ഹലോ ഗൈസ്, ഇന്ന് നമുക്കൊരു ചൂരക്കറിയാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ചൂര എടുത്തിരിക്കുകയാണ്. ചൂര വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. വെട്ടി കഴുകി വൃത്തിയാക്കി നമുക്ക് എടുക്കാം. അപ്പൊ ചൂര നമ്മൾ വെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുക. അപ്പൊ ഇനി ബാക്കി കാര്യത്തിലോട്ട് കിടക്കാം. ഉരുളി വെച്ചിട്ടുണ്ട്. ഉരുളി ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ എന്തെടുക്കും, കുറച്ച് കടുക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ കടുക് ഇങ്ങനെ പൊട്ടി അങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഒരു 5 വറ്റൽമുളക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. വറ്റൽമുളക് ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതൊന്ന് മൂത്ത് വരണം. വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. വെളുത്തുള്ളി ഇടുകയാണ്. അത് കഴിയുമ്പോഴത്തേക്കും ആ ഇഞ്ചി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇഞ്ചി വിട്ട് ഒന്ന് ഇളക്കുക. അതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറി വരട്ടെ. അങ്ങനെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ പച്ചമുളക് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. പച്ചമുളക് ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ അതെല്ലാം മൂത്ത് വരുമ്പോൾ നമുക്ക് എന്തെടുക്കുക, നമ്മൾ സവാള അങ്ങോട്ട് ഇടുക. സവാള അങ്ങോട്ട് ഇട്ട് 2 സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 2 സവാള അങ്ങോട്ട് അരിഞ്ഞത് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് സവാള ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പം അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരട്ടെ. കളറൊക്കെ മാറി ഒന്ന് സെറ്റായി വരട്ടെ. അപ്പോൾ സവാള എല്ലാം ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പൊടി ഇടാം. ആദ്യം മഞ്ഞപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുത്ത്. മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് മല്ലിപ്പൊടി 1 സ്പൂൺ മല്ലിപ്പൊടി. മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ മുളക് പൊടിയാണ് ഇടുന്നത്. അതൊരു 2 ടീസ്പൂൺ മുളക് പൊടി ഇടണം. 2 സ്പൂൺ മുളക് പൊടി. ഇനി ഇച്ചിരി കുരുമുളക് പൊടി ഇടാം. 1 സ്പൂൺ കുരുമുളക് പൊടി ഇട്ടാൽ മതി. ഇനി ഇവനെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് പൊടിയെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ചെറിയ തീയിൽ വെച്ചാണ് ഇത് മൂപ്പിച്ചെടുക്കേണ്ടത്, അല്ലെ കരിഞ്ഞു പോകും. അപ്പോൾ അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പൊടിയെല്ലാം മൂത്ത് വന്നതിന് ശേഷം നമ്മൾ പുളിയും വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനൊരു 6 കുടംപുളി എടുത്തിട്ടുണ്ട്. അത് കഴുകി വൃത്തിയാക്കി 1 മഗ് വെള്ളമാണ് ഒഴിക്കുന്നത്. അപ്പോൾ നമുക്കത് ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി ഇതിൽ തക്കാളി ചേർക്കാം.
2 തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളി ഇടുക. തക്കാളി ഇട്ടതെല്ലാം ഒന്ന് ഇളക്കുക. അതിനുശേഷം കുറച്ച് പൊടി ഐറ്റംസ് ഉണ്ട്. ഫിഷ് മസാലയാണ് എടുത്തിരിക്കുന്നത്. ഫിഷ് മസാല ഒരു 1.5 സ്പൂൺ ഫിഷ് മസാല ഞാൻ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. 1.5 സ്പൂണാണ്. അതിനുശേഷം ഒരു 1/2 സ്പൂൺ ഗരം മസാല. ഗരം മസാല അധികം ചേർക്കണ്ട, 1/2 സ്പൂൺ മതി. 1/2 സ്പൂൺ ഇടുക. അത് കഴിഞ്ഞ് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പ് കൂടിയാലും പ്രശ്നമാണ്, അപ്പോൾ ഉപ്പ് ആവശ്യത്തിനുള്ളത്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് അപ്പോൾ ഇതെല്ലാം നമുക്ക് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് ഒന്ന് നല്ലോണം വെട്ടി തിളച്ചെടുക്കണം. നല്ലോണം മൂടി വയ്ക്കുക. ഒന്ന് വെട്ടി തിളച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ കറി വെട്ടി തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി മീനിട്ട് കൊടുക്കാം. വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചൂര അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ആ എണ്ണയൊക്കെ വേറെ ആയിട്ടുണ്ട്. കറിയിൽ എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ചൂരയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്നത് അതുമായിട്ടൊന്ന് പ്രസ് ചെയ്തൊന്ന് താത്ത് വയ്ക്കാം. കറിയിലോട്ടൊന്ന് മീനെല്ലാം പൊങ്ങി നിൽക്കുന്ന മീനെല്ലാം ഒന്ന് താത്ത് ആയിട്ട് വയ്ക്കാം. ഇനി മൂടി വെച്ച് നമുക്ക് വേവിക്കാം. ചെറിയ ഫ്ലെയിമിൽ മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ കറി ഒന്ന് തുറന്ന് നോക്കാം. കറി ഇതാ സെറ്റായിട്ടുണ്ട്. നല്ലോണം എണ്ണയൊക്കെ മാറി ആ ചൂരയൊക്കെ നല്ലോണം വെന്ത് തിളച്ച് മറിയാണ് കറി. അപ്പോൾ കറി അടിപൊളിയായിട്ടുണ്ട് കറി. ഇനി നമുക്ക് ചോറുമായിട്ടൊന്ന് കഴിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇനി ചോറ് വിളമ്പാം. ചിച്ചാറ്